തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ 17 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഒരാളുടെ നിലം ഗുരുതരമെന്ന് അറിയുകയാണ്. വിദ്യാർത്ഥികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടല്ലേ? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും സിന്ധൂരി, ഏതായാലും പുലർച്ചെ 3:30 കൂടിയാണ് ഈ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ കൊടകര സൗഹൃദ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വന്ന വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്കായി വരികയായിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കല്ലമ്പലം നാവായിക്കുളത്ത് വെച്ചിട്ടാണ് പുലർച്ചെ 3:30 ഈ അപകടം ഉണ്ടായത്. ബസ്സിൽ ഏകദേശം 40ഓളം പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17 വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ഏതായാലും പരിക്കേറ്റ എല്ലാവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു ആളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഷീജ, ഇപ്പോൾ നിലവിൽ ഈ അപകടം ഉണ്ടായിടത്തുള്ള ഗതാഗതം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ കൂടി. അത്തരത്തിലുള്ള ഗതാഗത തടസ്സം ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ പോലും തുടർന്ന് ഈ ഗതാഗത തടസ്സം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം സാരമായി പ്രശ്നമുണ്ടാകുന്നില്ല. ഈ അപകടത്തിൽപ്പെട്ട ബസ് അവിടെ തന്നെ ഉണ്ട്. അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി അവിടെ നിന്നും അവരെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ടതിൽ പ്രത്യേകിച്ചും ഈ ഗുരുതര പരിക്കുകളുള്ള എല്ലാവരെയും പരിക്കുകളുള്ളവരെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ ഒരാളുടെ നിലയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ളവരും ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഷീജ, 40ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അധ്യാപകരുമുണ്ടോ? തീർച്ചയായും ഇതിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിലുണ്ടായിരുന്നത്. അതായത് പഠനയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ കുടകിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ എത്ര പേരാണ് വിദ്യാർത്ഥികൾ ആകെ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും വിദ്യാർത്ഥികൾ കൂടുതലായി ഉണ്ടായിരുന്നു. 40ഓളം പേരിൽ ഏറിയ പങ്കും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. അധ്യാപകർ എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ് സിന്ധൂരി. അതായത് 17 വിദ്യാർത്ഥികളിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു, അല്ലെ? എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ ഷീജ? സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കല്ലമ്പലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസും പരിശോധന നടത്തി വരിക തന്നെയാണ്. അതിലായിരിക്കും കൂടുതൽ നമുക്ക് വ്യക്തത കൈവരിക്കാൻ സാധിക്കുക.